നമസ്കാരം. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ നടത്തിയ ഒരു പ്രസംഗമാണ് ഇപ്പോൾ കേരളത്തിൽ പുതിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ശബരിമലയിൽ ആചാരങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യവുമില്ലെന്നാണ് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പറയുന്നത്. ഏത് വസ്ത്രം ധരിച്ചും മാലയിടാതെയും വ്രതമെടുക്കാതെയും ശബരിമലയിൽ ദർശനത്തിനെത്താമെന്നും മന്ത്രി പറയുന്നു. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരണവുമായി തത്തുമയോടൊപ്പം ചേരുകയാണ് നെടുങ്കാട് വാർഡ് കൗൺസിലർ കരമന അജിത്. ഇന്നലത്തെ അവാർഡ് ദാന ചടങ്ങില് നമ്മുടെ മന്ത്രി രാധാകൃഷ്ണൻ നടത്തിയ പ്രസ്താവന തികച്ചും ഹിന്ദുവിരുദ്ധവും അനുഷ്ഠാന വിരുദ്ധവുമായ പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. കാരണം രാധാകൃഷ്ണൻ ഇത് നടത്തിയില്ലെങ്കിലേ അതിശയുള്ളൂ. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ആളാണ് മന്ത്രി രാധാകൃഷ്ണൻ. അദ്ദേഹം ആചാരങ്ങൾ എന്താണെന്നോ അനുഷ്ഠാനങ്ങൾ എന്താണെന്നോ അദ്ദേഹത്തിന് അറിയില്ല. ശബരിമല ശ്രീധർമ്മശാസ്താവ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് ചില ആചാരങ്ങളുണ്ട്. നിങ്ങൾക്കറിയാലോ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ 50 വയസ്സിന് താഴെയുള്ള അമ്മമാർക്കും അതുപോലെ തന്നെ 10 വയസ്സിന് മുകളിലുള്ള അമ്മമാർക്കും അവിടെ ദർശനമില്ല. അത് അവിടുത്തെ ആചാരമാണ്, അവിടുത്തെ അനുഷ്ഠാനമാണ്. അത്തരത്തിലാണ് അതൊരു വിവാദമായി കൊണ്ട് ഇതൊക്കെ തടഞ്ഞു വെച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മളൊന്ന് കാര്യങ്ങൾ, ശബരിമല മറ്റു ക്ഷേത്രങ്ങളെ പോലെ അല്ല ശബരിമല. ശബരിമല എന്ന് പറയുന്നത് അവിടെ ചില ആചാരങ്ങളുണ്ട്. അതായത് 41 ദിവസത്തെ വ്രതമെടുക്കുക, ആ വ്രതമെടുത്തതിന് ശേഷം മാല ചാർത്തുക, മാല ചാർത്തി വ്രതമെടുക്കുക, അതിനുശേഷം ദർശനം നടത്തുക. ഇതൊക്കെ പണ്ട് മുതൽക്കേ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ള ആചാരങ്ങളാണ്, അനുഷ്ഠാനങ്ങളാണ്. ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തെറ്റിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശബരിമലയോടുള്ള ഒരു നിന്ദയാണ് കാണിക്കുന്നത്. ശബരിമല ക്ഷേത്രവുമായി മറ്റു ക്ഷേത്രങ്ങളെ പോലെ അല്ല ശബരിമല. കാരണം നിങ്ങൾക്കറിയാം, ശബരിമലയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ക്ഷേത്രത്തിനുമില്ലാത്ത പ്രത്യേകതകളാണ് ശബരിമലയിലുള്ളത്. കാരണം കൃത്യസമയത്ത് ദീപാരാധന നടക്കുമ്പോൾ പുറംതിരിഞ്ഞു നിന്ന് മറ്റൊരു ദിക്കിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നത് ലോകത്ത് ഒരു ക്ഷേത്രങ്ങളുമില്ല. അത് ശബരിമല മാത്രമാണുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ പ്രതിസന്ധി സമയത്ത് വിളക്ക് കത്തിക്കുമ്പോൾ നിങ്ങൾ ഇന്നലെ കണ്ടതാണ്, നമ്മൾ മകരജ്യോതി തെളിയുന്ന സമയത്ത് അവിടെ കിഴക്ക് നോക്കി പൊന്നമ്പലമേട്ടില് ദീപം നോക്കി തെളിയുന്ന പ്രതിസന്ധി സമയത്ത് നമ്മുടെ ദീപാരാധന നടക്കുന്ന സമയമാണ്. അവിടെ പിറംതിരിഞ്ഞു നിന്നുകൊണ്ട് നേരെ മറ്റൊരു ദിക്കിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നത്, ശബരിമല അയ്യപ്പനെ ധ്യാനിക്കുന്നത് ആ ദിക്കിൽ നോക്കിയാണ്. അയ്യപ്പൻ അവിടെയാണുള്ളത് എന്നാണ്. ഒരു മണ്ഡലകാലം മാത്രമാണ് അയ്യപ്പന്റെ ദർശനം ഇവിടെ ഉള്ളൂ എന്നാണ് നമ്മൾ വിശ്വസിച്ചു പോകുന്നത്. ഒരു മണ്ഡലകാലം, അതിനുശേഷമുള്ള ദിവസങ്ങളും മാസങ്ങളും എല്ലാം അയ്യപ്പന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് പൊന്നമ്പലമേട്ടില്ല. അത് ഒരു ക്ഷേത്രത്തിലും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് ഇത്തരം പ്രത്യേകതകൾ. ആ പ്രത്യേകതകളുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെയും തെറ്റിക്കുന്നതിനുള്ള ബോധപൂർവമായ നീക്കമാണ് അത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും നേരത്തെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമീപനങ്ങളാണ്. അറിയാമല്ലോ, ക്ഷേത്രത്തിലെ ജനലക്ഷങ്ങൾ തൊഴാൻ വരുന്ന സമയത്ത് അവിടെ പൂജ അവിടെ തന്ത്രിയോ അല്ലെങ്കിൽ മേൽശാന്തിയോ തീർത്ഥം കയ്യിൽ കൊടുക്കുമ്പോൾ ആ തീർത്ഥത്തിന് സാനിറ്റേഷൻ വെച്ച് കൈ തുടയ്ക്കുന്നത് പോലെ കൈ തുടച്ച ഒരു പാരമ്പര്യമാണ് രാധാകൃഷ്ണനുള്ളത്. തീർച്ചയായിട്ടും ഇത് ഹിന്ദുക്കളോടുള്ളതും അത് ആ ക്ഷേത്രത്തോട് കാണിക്കുന്ന വലിയ വഞ്ചനയാണ്, തെറ്റിദ്ധാരണ പരത്തുന്നതാണ്. അവിടുത്തെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തെറ്റിക്കുവാൻ ബോധപൂർവം നടത്തുന്ന നീക്കമാണെന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. നെടുങ്കാട് വാർഡ് കൗൺസിലർ കരമന അജിത്തിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഹരിവരാസന പുരസ്കാരം ഗായകൻ PK വീരമണിദാസിന് സമ്മാനിക്കവെയായിരുന്നു ശബരിമലയിലെ ആചാരങ്ങളെ അവഹേളിക്കും വിധത്തിലുള്ള മന്ത്രിയുടെ പ്രസംഗം. ശബരിമലയിൽ എത്തിയ തീർത്ഥാടകർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ വീഴ്ച പറ്റിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സംബന്ധിച്ച് മണിക്കൂറുകൾക്കിടയിലാണ് ദേവസ്വം മന്ത്രിയുടെ ഈ വിവാദ പ്രസ്താവന. എന്തായാലും ശബരിമലയ്ക്കും അയ്യപ്പ വിശ്വാസികൾക്കും ഹൈന്ദവ വിശ്വാസികൾ ഇന്നേ വരെ അർപ്പിച്ചു വരുന്ന വിശ്വാസ പ്രമാണങ്ങളെ തീർച്ചയായും ചോദ്യം ചെയ്യുന്നത് തന്നെയാണ് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ വാക്കുകൾ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.